ശ്രീ പൊടിപ്പാറ പറഞ്ഞ ആ പ്രശ്നം ശ്രീ ജേക്കബ് ജോർജ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? കാരണം കെ സുധാകരൻ മാറി മറ്റൊരാൾ KPC പ്രസിഡന്റായി വരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ എടുക്കാം, ബാക്കിയുള്ളവരെയൊക്കെ വിടാം. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അതിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ സ്വീകാര്യമായി ഒരു മതിപ്പ്, കോൺഗ്രസ് പ്രവർത്തകർക്ക് മതിപ്പ് തോന്നാവുന്ന നിലയിൽ യഥാർത്ഥത്തിൽ നിലവിൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരാളെ ചൂസ് ചെയ്യാൻ ആ പാർട്ടിക്കുണ്ടോ എന്നതും ഒരു പ്രശ്നമല്ലേ? നിങ്ങൾ ഓരോരോ പേരെടുത്ത് നോക്കിക്കോളൂ. ഏത് നേതാവിനാണ് കോൺഗ്രസിനകത്ത് അങ്ങനെ എപ്പോഴും അതിലൊരു അളവുകോൽ എങ്ങനെയാണെന്ന് താങ്കൾക്കറിയാമല്ലോ. പറയുന്നത് എന്താണ്? താഴെ തട്ടിൽ മുതൽ KSU യൂത്ത് കോൺഗ്രസ് നിലകളിൽ പ്രവർത്തിച്ചുവെന്ന് പ്രവർത്തകരുടെ പേരെടുത്ത് വിളിച്ചു പറയാൻ കഴിയുന്ന നിലയിൽ, ഇതാണ് കോൺഗ്രസിനകത്ത് എപ്പോഴും പറയപ്പെടുന്ന ഒരു മഹത്വം ഒരു നേതാവിൻ്റെ. ആ നിലയിൽ വരാത്ത ആളുകൾ വന്നതിൻ്റെ പ്രശ്നം ഇപ്പോഴുള്ള പലരെക്കുറിച്ചും കോൺഗ്രസ്സുകാർ പറയുന്നതും താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കടന്നു വന്ന് കേരളത്തിലാകെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പൊതു സ്വീകാര്യത ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഏത് നേതാവ് ചില പോക്കറ്റുകളിലോ ചില കേന്ദ്രങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്ന നേതാക്കളല്ലേ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിലുള്ളൂ? അത് കോൺഗ്രസിൻ്റെ ഒരു വലിയ പരിമിതിയല്ലേ? ആ പരിമിതി ഉള്ളപ്പോൾ ആൻ്റണിക്ക് മാത്രം ഒരു പരിമിതി എന്ന നിലയിൽ അതിനെ കാണേണ്ടതുണ്ടോ? ഇനി പകരം പറയുന്ന ഓരോ പേരെടുത്ത് നോക്കിക്കോളൂ. ആരാണിതിലൊരു പാൻ കേരള ലീഡറായി കോൺഗ്രസിനകത്തുള്ളത്? ശരിയാണ് ശരത്തെ, അത് ശരിയാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. പക്ഷേ കോൺഗ്രസ് ഇങ്ങോട്ട് വന്നത് MA ജോൺ ഇങ്ങനെ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും ഇങ്ങനെ പദം വരുത്തി പരുവപ്പെടുത്തി മെരുക്കിയെടുത്ത് വളർത്തിയെടുത്ത് രൂപം കൊടുത്ത ആ യുവജന വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ, അതിൽ നിന്നാണ് ഇങ്ങനെ കോൺഗ്രസ് വളർന്നത്. മുതിർന്നവരെ പ്രായമായവരെ മൂലക്കിരുത്തിക്കൊണ്ട് അവരെ വെട്ടി നിരത്തിക്കൊണ്ട് പല നേതാക്കളും കയറി വന്നു. ആൻ്റണി ഉൾപ്പെടെ, AK ആൻ്റണി ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, അങ്ങനെ തന്നെയാണ് ബൈലാർവി, അങ്ങനെ തന്നെയാണ് ഇവർ. R ശങ്കറിനെ പോലെയുള്ള വലിയ നേതാവിനെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് ബൈലാർവിയൊക്കെ കയറി വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാര സ്ഥാനങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട്. അതൊക്കെ ശരിയാണ്. അന്നൊക്കെ വലിയ നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ KSUവിനും യൂത്ത് കോൺഗ്രസിനും കഴിഞ്ഞു. അങ്ങനെ വന്നവരാണ് ആൻ്റണിയെ പോലെയുള്ളവർ, വലിയ വലിയ നേതാക്കന്മാർ. ആ ഒരു തലയെടുപ്പുള്ള നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസ്സിലില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് കോൺഗ്രസിനെന്നല്ല, എല്ലാ രാഷ്ട്രീയത്തിൽ പൊതുവേ ഉണ്ടായ അപജയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. പിന്നെ ആൻ്റണി അതേപോലെ കിടപിടിക്കുന്ന നേതാവാണോ, തലയെടുപ്പുള്ള നേതാവാണോ, തല ഉയർത്തി നിൽക്കാൻ ശേഷിയുള്ള കേരളമൊട്ടാകെ അറിയപ്പെടുന്ന നേതാവാണോ എന്നൊക്കെ ചോദിച്ചാൽ മറ്റ് മുൻപുണ്ടായിരുന്ന നേതാക്കന്മാരെ പോലെയുള്ള തലയെടുപ്പോ വലിയ ശേഷിയോ ഒന്നുമുള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ പറയത്തുമില്ല. പക്ഷേ ഒരു സ്ഥാനത്തെത്തിയാൽ ആ സ്ഥാനത്തേക്ക് വളരാൻ ശേഷിയുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. KPCC പ്രസിഡന്റായി ഇതിന് തൊട്ട് മുമ്പിരുന്നാൽ ഇപ്പം മുല്ലപ്പള്ളി വലിയ നേതാവാണ്. പക്ഷേ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ എത്ര മാർക്ക് കൊടുക്കും? കെ സുധാകരൻ കോൺഗ്രസിൻ്റെ വലിയ നേതാവായി കോൺഗ്രസ്സുകാർ പറയും. പക്ഷേ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് ഒഴിപ്പിച്ചെടുക്കേണ്ടതിനെക്കുറിച്ച് വലിയ ചർച്ച പാർട്ടിക്കകത്ത് നടക്കുക. എത്ര മാർക്ക് കോൺഗ്രസ്സുകാർ കൊടുക്കും? അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അത്രയൊന്നുമില്ലാത്ത ആൻ്റണിക്ക് എത്രമാത്രം കഴിയും എന്നൊരു പ്രശ്നം സ്വാഭാവികമായും തോന്നില്ലേ? അല്ല, ഉണ്ടാവാം. പക്ഷേ ഞാൻ പറയാം, അതേപോലെ വലിയ സമർത്ഥനായിരുന്നല്ലോ സുധീരൻ, BM സുധീരൻ. ധീര BM സുധീര, ധീരതയോടെ നയിച്ചുള്ളൂ എന്നുള്ള മുദ്രാവാക്യം കേരളമെങ്ങും ഒഴുങ്ങിയൊരു മുദ്രാവാക്യമാണ്. ചെറുപ്പകാലത്ത് MP ആയ നേതാവാണ് സുധീരൻ, BM സുധീരൻ. പക്ഷേ KPCC അധ്യക്ഷനായപ്പോൾ അദ്ദേഹമല്ലേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ തുരങ്കം സൃഷ്ടിച്ചത്? അദ്ദേഹമല്ലേ തൻ്റെ സ്വന്തം പാർട്ടി നേതാവ് ഉമ്മൻചാണ്ടി നയിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും മാരകമായ നീക്കം നടത്തിയത് ആ KPCC അധ്യക്ഷൻ BM സുധീരനല്ലേ? AK ആൻ്റണിയല്ലേ K കരുണാകരനെതിരെ പട നയിച്ചത്?
കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും കൂടിയല്ലേ കരുണാകരനെ പിടിച്ച് താഴെയിട്ടത്. അതുപോലെയുള്ള സംഭവങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് പറയുമ്പോ ഒന്നുകൂടി പറയണം, വി എം സുധീരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിച്ച കോൺഗ്രസ് നേതാക്കളുമുണ്ട്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അന്നത്തെ എ ഗ്രൂപ്പ് അടക്കം എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ ഒന്നിച്ചു നിന്ന് അന്നത്തെ വാർത്താ സമ്മേളനങ്ങളിൽ പേരെടുത്ത് അല്ലെങ്കിൽ വളരെ ശക്തമായി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളെക്കുറിച്ച് വരെ അദ്ദേഹത്തിന് പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. വി എം സുധീരനും പറയേണ്ടി വന്നിട്ടുണ്ട്. ജേക്കബ് ജോർജ് അതെ, പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഒരു കാര്യമുണ്ട്, വി എം സുധീരൻ നമുക്കറിയാം. ഒരു സൂചന മാത്രം പറയാം. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ പഴയ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ പരിശോധിച്ചപ്പോൾ KPCC പ്രസിഡന്റ് പദം ഒഴിയുന്ന ഘട്ടത്തിലാണെന്ന് ശ്രീ വി എം സുധീരൻ പറയുന്നുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്, അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തെ പോലും മാനിക്കാത്ത ആളുകൾ ഒരു KPCC പ്രസിഡന്റിന് എത്രമാത്രം പ്രവർത്തന സ്വാതന്ത്ര്യം നൽകും അല്ലെങ്കിൽ എത്രമാത്രം ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്ന് ഒരു നേതാവിനെക്കുറിച്ച് അദ്ദേഹം ആ കാലത്ത് വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം കാണാനിടയായി എന്നേ ഉള്ളൂ. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞോളൂ. ശരി. അതെ. അതേപോലെ ധീരനും വീരനുമായ വി എം സുധീരനെ പോലെ അതിശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് ഇന്നിപ്പോൾ കോൺഗ്രസിലില്ല എന്ന് മാത്രമല്ല, അതുപോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇനി അടുത്ത കാലത്തെങ്കിലും കോൺഗ്രസിൽ ഉയർന്നു വരാനും സാധ്യതയില്ല. അതാണ്. പിന്നെ രണ്ടാമത്, എല്ലാവരും കെ സുധാകരൻ വലിയ നേതാവാണ്, കോൺഗ്രസിന് എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായമില്ല. കെ സുധാകരൻ KPCC അധ്യക്ഷനായപ്പോൾ മുതൽ അദ്ദേഹം KPCCക്ക് പറ്റിയ നേതാവാണ് എന്ന് കരുതുന്ന ആളല്ല എന്ന് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും അദ്ദേഹം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ സംസ്ഥാന വ്യാപകമായിട്ട് കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കാൻ, കോൺഗ്രസിനൊരു പുതിയ നേതൃശൈലി നൽകാൻ, കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പുതിയ ഊർജം നൽകാൻ കെ സുധാകരന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അങ്ങനെ പറയുകയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എന്തൊക്കെയാണെങ്കിലും ശരി ഇക്കാര്യത്തിൽ കേന്ദ്ര ഹൈക്കമാൻഡ് സ്വീകരിച്ച നടപടി, ആ നടപടിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം പാളിപ്പോയി. അങ്ങനെ ഒരു പാളിച്ച സംഭവിക്കരുതായിരുന്നു. ആ പാളിച്ച സംഭവിച്ചത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന് ഉറക്കെ പറയാൻ, ഈ പിടിപ്പുകേടും വെച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള ഇന്ത്യയെപ്പോലൊരു വലിയ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയെ നയിക്കേണ്ടത്, പ്രതിപക്ഷ മുന്നണിയെ നയിക്കേണ്ടത് ഈ കോൺഗ്രസ് നേതൃത്വമാണ് എന്നുള്ളത് കാര്യം ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലജ്ജിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം.